അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് സഹോദരി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഅത്വഅത് സൗജഹാ وحسنت فرجها. നാല് കാര്യങ്ങൾ പെണ്ണുങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഈ 4 കാര്യം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ അവളോട് പറയപ്പെടുമത്രേ, ഉദ്ഖുലിൽ ജന്ന, എടി പെണ്ണേ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഅതി, നീ ഇഷ്ടപ്പെടുന്ന, നീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വാതിലിലൂടെ നീ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് കടന്നുകൊള്ളുക പെണ്ണ് എന്ന് 4 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരു പെണ്ണിനോട് പറയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും 4 കാര്യങ്ങളാ ഹബീബായ റസൂൽ പരിചയപ്പെടുത്തുന്ന. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളിൽ നിന്ന്, പടച്ച തമ്പുരാന്റെ വിളിയാളനായ മുഅദ്ദിന്റെ കണ്ടനാളങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് കടക്കണേ എന്ന ആഹ്വാനം മുടങ്ങിക്കേട്ട് കഴിഞ്ഞാൽ അപ്പോഴും ടിവിയുടെ മുമ്പിലിരിക്കുന്ന പെങ്ങളെ, സീരിയലിന്റെ മുമ്പിലിരിക്കുന്ന പെങ്ങളെ, ആ ടിവിയുടെ സൗണ്ട് പോലും ഒന്ന് കുറയ്ക്കാൻ നിനക്ക് മനസ്സില്ല, അതിന്റെ മുമ്പിലൊന്നും മാറി നിൽക്കാൻ നിനക്ക് മനസ്സില്ല, അല്ലാഹുവിന് വേണ്ടി വളൂ ചെയ്തൊന്ന് നിസ്കരിക്കാൻ നിനക്ക് താല്പര്യമില്ല. എന്നാൽ ഹബീബായ റസൂൽ പറയുന്നു, ഒരു പെണ്ണിന് സ്വർഗ്ഗത്തിൽ പോകണോ, ഒരു പെണ്ണിന് സ്വർഗ്ഗത്തിൽ പോകണോ, ഒന്നാമതായി അവൾ നിർവഹിക്കേണ്ടുന്നതെന്താ? ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, 5 നേരത്തെ നിസ്കാരം അവൾ കൃത്യമായി മുറുകെ പിടിച്ചാൽ, 5 നേരത്തെ നിസ്കാരം അവൾ കൃത്യമായി ഒന്ന് മുറുകെ പിടിച്ചാൽ അവൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാവുകയാ. രണ്ടാമത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ, വസാമത് ശഹ്റഹാ, വിശുദ്ധമായ റമളാനെത്തി കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൾ നോമ്പ് പിടിച്ചാൽ, വിശുദ്ധ റമളാനിൽ പോലും നോമ്പ് പിടിക്കാതെ ആ റമളാനിൽ പോലും ടിവിയുടെ മലീമസമായ കാര്യങ്ങളെ ഏറ്റെടുക്കാൻ കൊതിക്കുന്ന പെണ്ണില്ലയോ? കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നോമ്പ് മുടക്കുന്ന പെണ്ണുങ്ങളില്ലേ? വിശുദ്ധമായ റമളാനിൽ ഖളായി പോയ നോമ്പിന് വീണ്ടും ഖളാ വീട്ടാതെ അടുത്ത റമളാൻ കൊണ്ടെത്തിക്കുന്ന പെണ്ണുങ്ങളില്ലേ? കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് റമളാനിന്റെ നോമ്പ് ഉപേക്ഷിക്കുന്ന പെണ്ണുങ്ങളില്ലേ? ശരീര സൗന്ദര്യം കുറഞ്ഞു പോകും, റമളാൻ കഴിഞ്ഞാലുടൻ കല്യാണമാ എന്ന് പറഞ്ഞിട്ട് നോമ്പ് പിടിക്കാതിരിക്കുന്ന പെണ്ണുങ്ങളില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, പൊന്നുമോളെ നിനക്ക് സ്വർഗ്ഗം വേണോ പൊന്നുമോളെ? സ്വർഗ്ഗത്തിലെ റാണിയായി നിനക്ക് വാഴണോ പൊന്നുമോളെ? എങ്കിൽ നീ മുറുകെ പിടിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം വസാമത് ശഹ്റഹാ, വിശുദ്ധമായ റമളാനിൽ കൃത്യമായി നോമ്പ് പിടിക്കലാ. വീണ്ടും അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുന്നു, മൂന്നാമത്തെ കാര്യം വഅത്വഅത് സൗജഹാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനെ അനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറുണ്ടോ? നിന്റെ ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറുണ്ടോ? ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരണയോടുകൂടി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ആ ഭർത്താവിനോട് വഴക്കടിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? അങ്ങനെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് അവള് സ്വർഗ്ഗത്തിലെന്ന് മുഹമ്മദ് മുസ്തഫ. നാലാമത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ, വഅഹ്സനത് ഫർജഹാ,
തന്റെ പാതിവൃത്യത്തെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ് വല്ലാത്ത കാലമല്ലേ, വല്ലാത്ത ലോകമല്ലേ. 2 ദിവസം മുമ്പ് വാർത്താമാധ്യമങ്ങളിലൂടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലേ നമ്മൾ കേട്ടത്? കാമുകനും മറ്റൊരു പെണ്ണിനോട് ജീവിതം ഉറപ്പിച്ചെന്നറിയുമ്പോ കാമുകനെ വെട്ടിനുറക്കി കഷണം കഷണമാക്കി ബിരിയാണി വെച്ച് വിളമ്പുന്ന പെണ്ണിന്റെ കാലഘട്ടമല്ലേ ഇതേ? കരുനാഗപ്പള്ളിയിലല്ലേ പാവപ്പെട്ട 11 വയസ്സുള്ള പൊന്നുമോള് കാമുകന് വേണ്ടി കാഴ്ചവെച്ച നീചയായ ഒരു മാതാവ് ജീവിച്ചിരുന്നത്? എത്രയോ അപകടകരമായ വാർത്തയാ. കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിന്റെ കഴുത്തറുക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിന്റെ തലയിൽ കല്ലെടുത്തിട്ട് കൊന്നുകളയുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, പ്രിയപ്പെട്ട മക്കളെയും ഭർത്താവിനെയും മാതാപിതാക്കളെയും എന്തിന് അല്ലാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിനെയും പോലും ഉപേക്ഷിച്ചുകൊണ്ട് അന്യനോടൊപ്പം ഒളിച്ചോടുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, ഇഷ്ടപ്പെട്ട കാമുകന് വേണ്ടിയിട്ട് ശരീരം സമർപ്പിക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, വൃത്തികേട് മുഴുവനും അതേ കാലഘട്ടത്തിന്റെ സൗന്ദര്യത്തിന്റെ മേലങ്കിയാണെന്ന് ധരിച്ച് ആ വൃത്തികേടിന്റെ നടുത്തളത്തിൽ വിരാജിക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില് 21ാം നൂറ്റാണ്ടിന്റെ ജീർണിച്ച സംസ്കാരത്തിന്റെ ഇടയിൽ ഇസ്ലാമിക സംസ്കാരത്തിന് പ്രസക്തിയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് റൂംമേറ്റിന്റെയും ക്ലാസ്മേറ്റിന്റെയും കൂടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് സംസ്കാര ശൂന്യതയുടെ വക്താക്കളായി ശരീരം തൊട്ടുരുമ്മിക്കൊണ്ട് കറങ്ങി നടക്കുന്ന പെണ്ണ്, കൂടെ പഠിക്കുന്നവനോടൊപ്പം ബൈക്കിന്റെ പിന്നാലെ മകം കെട്ടിമുറുക്കിയിട്ട് ആ മുഖം മറച്ചിട്ടവന്റെ തോളത്തോട് തന്റെ ശരീരത്തിന്റെ മാരുടം ചേർത്തിട്ട് കടങ്ങി വെച്ച് നടക്കുന്ന പെണ്ണ്. ആ പെണ്ണിന്റെ കാലത്താ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുന്നതായ ഹദീസ് ഒന്ന് ചിന്തിക്കണേ പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, സ്കൂളും കോളേജും ക്യാമ്പസുകളുമായി ബന്ധപ്പെടുന്ന പെങ്ങളെ, ഇതൊരു രാഷ്ട്രീയ നേതാവിന്റെ വാഗ്ദാനമല്ല പെങ്ങളെ, ഇതൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ വാഗ്ദാനമല്ല പെങ്ങളെ, ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്. പെണ്ണ് നിന്റെ വികാരങ്ങൾ നീ സൂക്ഷിച്ചാൽ, നിന്റെ വികാരങ്ങൾ നീ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ 4 കാര്യങ്ങളെ സൂക്ഷിക്കുന്ന പെണ്ണിനോട്, നിസ്കാരം മുറുകെ പിടിക്കുന്ന പെണ്ണിനോട്, നോമ്പ് പിടിക്കുന്ന പെണ്ണിനോട്, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണിനോട്, വികാരങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണിനോട് അല്ലാഹുവിന്റെ അറിയിപ്പ് വരും. പൊന്നുമോളെ, ഉദ്ഖുലിൽ ജന്ന, എടി പെണ്ണെ, നീ സ്വർഗത്തിൽ പോവുക. ഏതെങ്കിലും ഒരു സ്വർഗത്തിലേക്കല്ല പടച്ചവൻ കയറ്റിവിടുന്നത്. ഹബീബായ റസൂൽ പറയുന്നു, അവളോട് പടച്ചവൻ പറയും, നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക പെണ്ണ്. മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഅതി, നീ ഇഷ്ടപ്പെടുന്ന, നിനക്കിഷ്ടമുള്ള സ്വർഗത്തിന്റെ 8ഓളം കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വാതിലിനോട് ഉദ്ഖുലിൽ ജന്ന, ഈ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുകയെന്ന് ദുനിയാവിലെ പെണ്ണിനോട് അല്ലാഹു ഉത്തരവിടുമെന്ന് ലോകത്തിന്റെ നായകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ